ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. മനുഷ്യത്വത്തിന്റെ എല്ലാ ബലഹീനതകൾക്കും ദൈവം തന്നെയായവൻ സ്വയം സമർപ്പിച്ച ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠവും അത്ഭുതകരവും അനന്യവുമായ സംഭവങ്ങളായിരുന്ന തന്റെ പീഡാനുഭവ കുരിശുമരണങ്ങൾക്ക് മുന്നോടിയായി അവർണ്ണനീയമായ ദുഃഖത്താൽ ഗ്രസിക്കപ്പെട്ട് ദൈവപുത്രൻ ഉരുവിട്ട വാക്കുകൾ. ദൈവത്തോടും മനുഷ്യനോടുമുള്ള പരിപൂർണമായ സ്നേഹത്താൽ തികച്ചും നിറഞ്ഞിരുന്ന ആരാധ്യമായ ആ ഹൃദയം അത്രയേറെ ഭീതി ഉളവാക്കുന്ന മനുഷ്യരുടെ പാപകൃത്യങ്ങളുടെ ഭാരത്താൽ അടിച്ചമർത്തപ്പെട്ട് മനോവ്യഥയാൽ പൊളഞ്ഞു. സ്നേഹത്തിന്റെ അത്യുദാത്ത ദൃഷ്ടാന്തമായി സ്വയം ശൂന്യവൽക്കരിച്ച് ബലിയാകാനായി മനുഷ്യ സഹജമായ മരണവേദനയിലൂടെ കടന്നു പോകുമ്പോഴും ആ ഹൃദയത്തെ മുറിപ്പെടുത്തിയത് തന്റെ കുരിശിലെ രക്ഷയെ തിരസ്കരിക്കുന്നവരുടെ ഹൃദയ കാഠിന്യമായിരുന്നു. ആ ഹൃദയത്തെ അലട്ടിയത് പിശാചിന്റെ കെണികളിൽ പെട്ടുപോകുന്ന തന്റെ പ്രിയ മക്കളുടെ നിത്യനാശത്തെ പറ്റിയുള്ള ഘോര ചിത്രങ്ങളായിരുന്നു. ആ ഹൃദയത്തെ സംഭ്രമത്തിൽ ആഴ്ത്തിയത് താൻ ആർക്കുവേണ്ടി സഹനത്തിന്റെ ഏറ്റവും തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയോ അവരിൽ നിന്നു തന്നെ നേരിടുന്ന നന്ദികേടിന്റെയും അവഗണനയുടെയും നേർക്കാഴ്ചകളായിരുന്നു. പിളർക്കപ്പെട്ട ആ ഹൃദയത്തിന്റെ ആകുലത നശിക്കുന്ന ആത്മാക്കളെ പ്രതിയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു കുരിശിൽ തല ചായ്ച്ച് ജീവൻ വെടിയും മുൻപേ തനിക്ക് ചെയ്യാനുള്ളതെല്ലാം പൂർത്തിയായി എന്ന് ആത്മഗതം ചെയ്തുകൊണ്ട് ഇനിയുള്ളത് ചെയ്യേണ്ടത് നമ്മളാണ് എന്ന ആഹ്വാനവുമായി അവിടുന്ന് ഇപ്രകാരം ഉരുവിട്ടത്: എനിക്ക് ദാഹിക്കുന്നു. അന്ന് ഗത്സമേൻ തോട്ടത്തിൽ ഈശോ സഹിച്ച പീഡാനുഭവങ്ങളെ പറ്റി തനിക്ക് ലഭിച്ച ദർശനങ്ങൾ വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ എമറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യരുടെ അസംഖ്യം പാപങ്ങളുടെയും ദൈവത്തോടുള്ള അവരുടെ നന്ദിഹീനതയുടെയും കാഴ്ചയിൽ അവിടുത്തെ ആത്മാവ് സംഭ്രാന്തമായി തീർന്നു. വേദനയുടെ ആധിക്യത്താൽ അവിടുന്ന് വിറച്ചു. ലോകത്തിന്റെ ആത്മീയ ശോചനീയ അവസ്ഥയല്ലേ അവിടുത്തെ ആത്മാവിനെ തീവ്ര ദുഃഖത്തിൽ ആഴ്ത്തിയത്? നമ്മുടെ നാളുകളിലെ പാപപ്രവണതകളും മ്ലേച്ഛ തിന്മകളും അല്ലേ നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തെ മരണത്തോളം ദുഃഖത്തിൽ ആഴ്ത്തിയത്? ഗർവിഷ്ഠരായ ഫരിസേയർ, അധിക്ഷേപമുതിർക്കുന്ന പട്ടാളക്കാർ, അഹന്തയോടെ ആക്രോശിക്കുന്ന ഒരു ഗണം യഹൂദർ, ഭയന്നോടിയ ശിഷ്യ സമൂഹം, കാൽവരി ബലിവേദിയുടെ ചുറ്റും കൂടിയിരുന്ന വൈവിധ്യമാർന്ന ജനാവലി, ഇന്നും യേശുവിന്റെ കുരിശിലെ രക്ഷയെ നിരാകരിക്കുന്ന വിവിധ തരക്കാരായ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നവർ, നിന്ദനവും പരിഹാസവും അവഗണനയും തിരസ്കരണവും നിഷേധാത്മകതയും ഹൃദയ കാഠിന്യവും ആത്മീയ മന്ദതയും വ്യർത്ഥാഭിമാനവും കലഹവും ഭിന്നിപ്പും വിശ്വാസരാഹിത്യവും ജീവിത വ്യഗ്രതയും അഹങ്കാരവും മായാമോഹങ്ങളും കൊണ്ട് ആത്മരക്ഷയെ പണയപ്പെടുത്തി കർത്താവിന്റെ കുരിശുമരണത്തിലൂടെ കൈവന്ന നിത്യജീവൻ മനഃപൂർവമോ അല്ലാതെയോ നഷ്ടപ്പെടുത്തുന്നവർ. നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തെ അതീവ ദുഃഖത്തിലാഴ്ത്തുന്ന പൈശാചിക ഭരണത്തിന്റെ എത്രയെത്ര സംഭവ വികാസങ്ങൾ! നമ്മുടെ ലോകത്തെ നോക്കി കർത്താവ് ഇന്ന് കരയുകയാണ്. മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ വറ്റാത്ത കലവറയായ അവിടുത്തെ ഹൃദയം തേങ്ങുകയാണ്. എങ്ങും ദൈവകൽപ്പനകളുടെ നഗ്നമായ ലംഘനങ്ങളും തിരുലിഖിതങ്ങളുടെ പരസ്യ നിഷേധങ്ങളും.
മനുഷ്യർ പരസ്പരം കൊല്ലുന്നു. ദൈവിക നിയമങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ലാതായിരിക്കുന്നു. ദൈവവിചാരം അറ്റുപോയ ഒരു തലമുറ രൂപം പ്രാപിച്ചിരിക്കുന്നു. ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്തയത്ര ഹീനവും മൃഗീയവുമായ നരഹത്യയെപ്പറ്റിയുള്ള വാർത്തകൾ സർവ്വസാധാരണമാകുന്നു. ആർപ്പു വിളിച്ചും മട്ടഹസിച്ചും കർത്താവിനെ കുരിശിലേറ്റിയ പട്ടാളക്കാരെ പോലെ പ്രതികാര ബുദ്ധിയിലും കലഹത്തിലും കോപത്തിലും അക്രമാസക്തരാകുന്നവരെ നോക്കി ക്രൂശിതൻ വേദനയാൽ പുളയുന്നു. നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്നാക്രോശിച്ച് യേശുവിന്റെ ദൈവത്വത്തെ വെല്ലുവിളിച്ചവരെ പോലെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും ദൈവനിഷേധ സംഘങ്ങളും കൂടുപോലെ ലോകമൊട്ടാകെ മുളയെടുക്കുന്നു. ദൈവത്തെ വേണ്ടെന്നും മരണാനന്തര ജീവിതമില്ലെന്നും പരിശുദ്ധ വചനം അനുസരിക്കേണ്ടതില്ലെന്നും കർത്താവിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതില്ലെന്നും വാദിക്കുന്നവർ. സെക്യുലറിസം, ലിബറലിസം, മോഡേണിസം തുടങ്ങിയ ആധുനിക ചിന്താഗതികളിൽ അകപ്പെട്ട് കുരിശിലെ കർത്താവിന്റെ ബലിയുടെ അനന്ത യോഗ്യതകളിൽ നിന്ന് സ്വയം വിച്ഛേദിക്കുന്നവർ. കർത്താവ് കുരിശിൽ നിന്ന് അവരെ സഹതാപത്തോടെ നോക്കുകയാണ്. തന്റെ ആശ്ലേഷത്തിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്. പക്ഷേ പിശാച് അവരുടെ ആന്തരിക നയനങ്ങളെ അന്ധമാക്കിയിരിക്കുന്നു. നിയമത്തെ ദുരുപയോഗിച്ച് യേശുവിനെ ക്രൂശിലേറ്റാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്ത യഹൂദ പ്രമാണികളെ പോലെ കർത്താവിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്താനും ക്രൈസ്തവ മൂല്യങ്ങളെ താറടിക്കാനും ലക്ഷ്യമിടുന്ന വിചിത്ര നിയമങ്ങളുമായി പിശാച് ഇന്നും തന്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പാപപ്രവണതകൾക്ക് നിയമസാധുത നൽകുന്ന നിയമങ്ങളും ക്രൈസ്തവ വിശ്വാസത്തെ ഇകഴ്ത്തുന്ന ഭരണ സംവിധാനങ്ങളും ഈശോയുടെ മാധുര്യമേറിയ തിരുഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുകയാണ്. പരിശുദ്ധ ബൈബിളും സഭാ പാരമ്പര്യങ്ങളും വിശ്വാസ പഠനങ്ങളും എക്കാലവും വിലക്കിയിട്ടുള്ള സ്വവർഗ വിവാഹങ്ങൾക്കും അബോർഷനുകൾക്കും പല രാജ്യങ്ങളിലും നിയമ പിന്തുണയായി കഴിഞ്ഞു. അറവുശാലകളാക്കപ്പെടുന്ന സ്ത്രീകളുടെ ശരീരങ്ങൾ ക്രൂശിതന്റെ മുറിവുകളുടെ ആഴം കൂട്ടുകയാണ്. ഗർഭപാത്രങ്ങളിൽ കുരുതി കഴിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളികൾ അവരുടെ സൃഷ്ടാവിനോട് നീതിക്കായി കേഴുകയാണ്. നമ്മുടെ കർത്താവ് കരയുകയാണ്. നമുക്കായി കുരിശിൽ മരിച്ചവനെ നാം വീണ്ടും വേദനിപ്പിക്കുകയാണ്. അവിടുത്തെ കുരിശിൽ തറച്ചത് 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പടയാളികളല്ല, നാം തന്നെയാണ്. അവിടുത്തേക്കേറ്റ ചമ്മട്ടിയടി നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷയായിരുന്നു. മുൾക്കിരീടത്തിന്റെ രൂപത്തിൽ അവിടുത്തെ ശിരസിൽ തറച്ചിറങ്ങിയത് നമ്മുടെ അതിക്രമങ്ങളായിരുന്നു. രക്തവർണമാക്കപ്പെട്ട തല്ലിച്ചതയ്ക്കപ്പെട്ട ആ ശരീരത്തെ പിച്ചി ചീന്തിയത് നമ്മുടെ അകൃത്യങ്ങളായിരുന്നു. അവിടുത്തെ കൈകാലുകളിൽ തുളച്ചുകയറിയ ആണികൾ നാം ഓരോരുത്തരുടെയും പാപങ്ങളുടെ കൂർത്ത മുനകളായിരുന്നു. ഈശോയുടെ പീഡാസഹന കുരിശുമരണങ്ങളുടെ വേദനയുടെ ആധിക്യത്തിന് ഏറ്റവും മാക്കം കൂട്ടിയത് അവിടുത്തെ സ്വന്തം ജനമായ സഭയുടെ നന്ദികേടുകളും വിശ്വാസത്യാഗവും ആത്മീയ മരവിപ്പുമായിരുന്നു. സത്യവിശ്വാസത്തിൽ മായം ചേർക്കുന്ന ഒത്തുതീർപ്പുകളുടെ നടപടികളും
അനാദികാലം മുതൽ കാലാന്ത്യത്തോളം മാറ്റമില്ലാത്ത തന്റെ വചനത്തെ കാലഹരണപ്പെട്ടവയെന്ന് മുദ്രകുത്തി പരിഷ്കരിക്കാനുള്ള സഭയ്ക്കകത്തു തന്നെയുള്ള നീക്കങ്ങളും അവിടുത്തെ വീണ്ടും വീണ്ടും കുത്തിമുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വൈദികരും സമർപ്പിതരും ഉൾപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തത അവിടുത്തെ ഹൃദയം പിളർക്കുന്ന മൂർച്ചയേറിയ വാളായി മാറിയിരിക്കുന്നു. തന്റെ പാർശ്വത്തെ ഭേദിച്ച കുന്തമുണ്ടാക്കിയ മുറിവിൽ തന്റെ മണവാട്ടിയായ സഭയ്ക്ക് സുരക്ഷിത സങ്കേതമൊരുക്കിയവനെ സഭാ തനയർ തന്നെ അപമാനിക്കുകയാണ്. അവിടുത്തെ പാർശ്വ മുറിവിൽ നിന്നും രക്തം വമിക്കുകയാണ്. അടച്ചുപൂട്ടിയ ദേവാലയങ്ങളും ബലിവേദികളിലെ തർക്കങ്ങളും അൾത്താരയിലെ ദൈവനിന്ദകളും, സാക്ഷ്യം നൽകേണ്ടവർ എതിർ സാക്ഷ്യം നൽകി കർത്താവിന്റെ പാവനമായ വിശുദ്ധ ബലിയെ ലോക സമക്ഷം നിന്ദാവിഷയമാക്കുന്ന എത്രയോ പരിതാപകരമായ അവസ്ഥാവിശേഷങ്ങൾ. കൂടെ നിന്ന് യേശുവിനെ ഒറ്റിയ യൂദാസ്, 30 വെള്ളിക്കാശിനു വേണ്ടി സ്നേഹം മാത്രമായവനെ നിന്ദകർക്കും ക്രൂര പടയാളികൾക്കും അധികാരമോഹികൾക്കും ദുഷ്കർമ്മികൾക്കും വിറ്റതുപോലെ സ്വാർത്ഥ താല്പര്യങ്ങളുടെയും നിഗൂഢ ലക്ഷ്യങ്ങളുടെയും അനാവശ്യ വാശികളുടെയും പേരിൽ പരിശുദ്ധ കുർബാനയിലെ ജീവിക്കുന്ന ദൈവ സാന്നിധ്യത്തെ പരിഹാസ വിഷയമാക്കാൻ വിട്ടുനൽകുന്ന നന്ദികേടിന്റെ നേർചിത്രങ്ങൾ. തന്റെ തിരുശരീര രക്തങ്ങൾക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സാത്താൻ സെക്റ്റുകളിലും ബ്ലാക്ക് മാസുകളിലും അംഗത്വം സ്വീകരിക്കുന്നവർ അനുതപിച്ചില്ലെങ്കിൽ നേരിടാനിരിക്കുന്ന നിത്യനാശത്തിന്റെ ദയനീയ അന്ത്യം. ഫ്രീമേസൺറി, ഇലുമിനാറ്റി സംഘടനകൾ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞുകയറി തന്ത്രപൂർവം തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും തങ്ങളുടെ കെണിയിൽ അകപ്പെടുത്തുന്ന ക്രൂരമായ യാഥാർത്ഥ്യങ്ങൾ. എല്ലാം കണ്ട് ഹൃദയം നുറുങ്ങി ക്രൂശിതൻ ചോദിക്കുന്നു, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ദൈവിക നീതിയുടെ മുൻപിൽ മനുഷ്യരുടെ പാപക്കടങ്ങൾ വീട്ടാൻ സ്വയം ബലിയാടായി ക്രൂശിക്കപ്പെട്ടവൻ വീണ്ടും വീണ്ടും കരയുകയാണ്. മനുഷ്യർക്ക് തന്നെ തന്നെ നൽകിയവനോടുള്ള അവരുടെ തിരസ്കരണവും അവഗണനയും ആദിത്യ വിമുഖതയും. അനാഥമാക്കപ്പെടുന്ന സക്രാരികൾ, ശൂന്യമാക്കപ്പെടുന്ന ദേവാലയങ്ങൾ, കച്ചവട സ്ഥലങ്ങളാകുന്ന വിശുദ്ധ സ്ഥലങ്ങൾ, വിശുദ്ധ ഇടങ്ങളിലെ അശുദ്ധികൾ, ദൈവിക പ്രതീകങ്ങളോടും രക്ഷാകര സംഭവങ്ങളോടുമുള്ള അനാദരവ്. എല്ലാം കുരിശിൽ യാഗമായവന്റെ പരിശുദ്ധ മേനിയിൽ നിന്നും രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീഴിക്കുകയാണ്. അവിശ്വസ്തതയുടെയും അശുദ്ധിയുടെയും ചമ്മട്ടികൾ അവിടുത്തെ ശരീരം പിച്ചി ചീന്തുകയാണ്. ഇവയെല്ലാം ചെയ്യുന്നവരെ ക്രൂശിതൻ നിറമിഴികളോടെ നോക്കുകയാണ്. അവർ തനിക്ക് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുറിവുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു മടങ്ങി വരവിനായി ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ കർത്താവ് നേരിടാനിരുന്ന ഒറ്റപ്പെടലിന്റെയും തിരസ്കരണത്തിന്റെയും വേദന പ്രവചിച്ചുകൊണ്ടുള്ള സങ്കീർത്തകന്റെ വാക്കുകൾ ഇന്നും അവിടുന്ന് ആവർത്തിക്കുകയാണ്. നിന്ദനം എന്റെ ഹൃദയത്തെ തകർത്തു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി, ആരും ഉണ്ടായിരുന്നില്ല. ഇതാണ് കർത്താവിന്റെ വേദന. സ്വയം ഇല്ലാതാകുവോളം സ്നേഹിച്ചിട്ടും ആ സ്നേഹം തിരിച്ചറിയാത്തവരും തിരിച്ചറിഞ്ഞിട്ടും തള്ളിക്കളയുന്നവരും.
സ്വന്തം രക്തത്തിൽ കുളിച്ച് മരണകരമായ ഭീതിയുടെയും വേദനയുടെയും ഭാരത്താൽ മണ്ണിലേക്ക് വീഴുന്ന ഈശോയോടൊപ്പം ഒരു മണിക്കൂർ പോലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാതിരുന്ന ശിഷ്യന്മാരുടെ ഗണത്തിൽ നാമും ഉൾപ്പെടുന്നില്ലേ? ഈശോയോടൊപ്പം രാപ്പകൽ വ്യത്യാസമില്ലാതെ 3 വർഷം ഒരുമിച്ച് ചെലവഴിച്ച് അവിടുത്തെ അടുത്തറിഞ്ഞിട്ടും അവിടുത്തെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടും അവിടുത്തെ അനുഗ്രഹങ്ങൾ കൈപ്പറ്റിയിട്ടും അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത് സ്വന്തമാക്കിയിട്ടും സാഹചര്യങ്ങൾ പ്രതികൂലമായപ്പോൾ ഓടിയൊളിച്ച് അവിടുത്തെ ഒറ്റയ്ക്കാക്കിയ അവിടുത്തെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നമ്മുടെയൊക്കെ രൂപങ്ങൾ തെളിയുന്നില്ലേ? ഈശോയെ അനുഗമിക്കാൻ വേണ്ടി പലതും വിട്ടുപേക്ഷിച്ചിട്ടും അവിടത്തേക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാണെന്ന് ഘോരഘോരം പ്രസ്താവിച്ചിട്ടും താൻ പോലും അറിയാതെ ഒരു ദുർബല വേളയിൽ അവിടുത്തെ തള്ളിപ്പറഞ്ഞ വിശുദ്ധ പത്രോസിന്റെ മേൽ പതിച്ച കർത്താവിന്റെ ആ ഉഗ്ര നോട്ടം എപ്പോഴൊക്കെയോ നമ്മുടെ മേലും പതിയുന്നില്ലേ? അവനെ ക്രൂശിക്കുവിനെ നാർപ്പിട്ട ജനക്കൂട്ടത്തെ പ്രീണിപ്പിക്കാൻ തനിക്ക് ചെയ്യാമായിരുന്ന പലതിലും ഉപേക്ഷ വരുത്തി സ്വയം കൈ കഴുകി സത്യത്തിനു നേരെ പുറം തിരിഞ്ഞു നിന്ന പീലാത്തോസിനെ പോലെ ക്രൂശിതനെയും അവിടുത്തെ അനുയായികളെയും ക്രൈസ്തവ പ്രതീകങ്ങളെയും അവഹേളിക്കുകയും സത്യത്തെ തമസ്കരിക്കുകയും ചെയ്യുന്ന ഭൂരിപക്ഷ അഭിപ്രായങ്ങളും വ്യാജ പ്രബോധനങ്ങളും ജനസമ്മതി നേടുമ്പോൾ സത്യത്തെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ മനസാക്ഷിയുടെ സ്വരത്തിന് ചെവി കൊടുക്കാൻ നാം വിസമ്മതിച്ചിട്ടില്ലേ? കൊല്ലപ്പെടാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ എന്റെയും നിന്റെയും പാപഭാരം പേറി പരിഹാസ പാത്രമായി രക്തം വിയർത്തു നിൽക്കുന്ന യേശുവിനെ ക്രൂശിക്കാനും നമ്മുടെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങളുടെയും മായാമോഹങ്ങളുടെയും ജഡീക പ്രവണതകളുടെയും പ്രതീകമായ ബറാബാസിനെ മോചിപ്പിക്കാനും മുറവിളി കൂട്ടുന്ന ജനക്കൂട്ടത്തിന്റെ ഇടയിൽ തനിക്കൊപ്പം നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് കരുതുന്ന പ്രിയ കർത്താവിന്റെ ദൃഷ്ടികൾ നമ്മിലേക്കും എത്തുന്നില്ലേ? ഭയാനകമായ പാപപരിഹാരത്തിന്റെ ദർശനത്തിൽ ഈശോയെ അടിച്ചമർത്തിയ വേദനയുടെയും കൊടും ഭീതിയുടെയും തീവ്ര സഹനത്തിന്റെയും ഭാരത്തിൻ കീഴിൽ അവിടുത്തെ ആരാധ്യമായ മനുഷ്യത്വം ഞെരിഞ്ഞമർന്നപ്പോൾ ഗത്സമേൻ തോട്ടത്തിൽ ഈശോയെ ആശ്വസിപ്പിക്കാൻ സ്വർഗത്തിലെ ദൂതൻ ആഗതനാകുകയുണ്ടായി. കുരിശിന്റെ വഴിയിലും കുരിശിൻ ചുവട്ടിലും ഈശോയെ സമാശ്വസിപ്പിക്കുന്നവരെ നാം കണ്ടുമുട്ടുന്നുണ്ട്. അവരാണ് നിന്ദനങ്ങളുടെയും പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും അവഗണനകളുടെയും മധ്യേ ഈശോയുടെ ഹൃദയവേദന മനസ്സിലാക്കിയവർ. കുരിശു ചുമന്നും കുരിശിനെ പിഞ്ചെന്നും കുരിശിൽ ബലിയായവന് വേണ്ടി സ്വയം ബലിയാത്മാക്കളായ ക്രൂശിതന്റെ സ്നേഹിതർ. സ്വന്തം ശരീര രക്തങ്ങൾ യേശു പരിശുദ്ധ കുർബാനയായി പങ്കുവച്ചു നൽകിയ വേളയിൽ ആ വക്ഷസ്സിൽ ചാരിക്കിടന്ന് ആ ഹൃദയ വികാരങ്ങളിൽ പങ്കുചേർന്ന അവിടുത്തെ പ്രിയ ശിഷ്യനെ പോലെ ഗത്സമേൻ തോട്ടത്തിൽ രക്തം വിയർപ്പ് തുള്ളികളാകുവോളം നെടുവീർപ്പ് അനുഭവിച്ച ഈശോയെ ആശ്വസിപ്പിച്ച ദൂതനെ പോലെ യേശുവിനോട് അലിവ് കാട്ടിയ ജെറുസലേം നഗരത്തിലെ സ്ത്രീകളെ പോലെ ഭൂരിപക്ഷത്തോട് ചേർന്ന് കർത്താവിനെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടു നിൽക്കാതിരുന്ന പീലാത്തോസിന്റെ ഭാര്യ ക്ലോദിയയെ പോലെ അവിടുത്തെ തിരുമുഖം തുടയ്ക്കുവാൻ അവിടുത്തെ ചാരത്ത് ഓടിയണഞ്ഞ വേറോനിക്കായെ പോലെ അവിടുത്തെ കുരിശു താങ്ങിയ ശിമയോനെ പോലെ കുരിശുയാത്രയെ അനുധാവനം ചെയ്ത് തന്നെ വീണ്ടെടുത്തവന്റെ മരണവേളയിൽ വിട്ടുപിരിയാതെ ഒപ്പം നിൽക്കുകയും മരണശേഷവും അവന്റെ സാന്നിധ്യത്തിലായിരിക്കാൻ അവന്റെ കല്ലറയെങ്കിലേക്ക് ഓടി അണയുകയും ചെയ്ത മഗ്ദലേന മറിയത്തെ പോലെ കുരിശിൻ ചുവട്ടിൽ അവിടത്തേക്ക് ആശ്വാസ കാരണമായി മാറിയ യോഹന്നാനെ പോലെ
താനറിഞ്ഞ സത്യം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ക്രൂശിതന്റെ രക്ഷ സ്വന്തമാക്കിയ നല്ല കള്ളനെ പോലെ. അവിടുത്തെ കുരിശുയാത്രയിലുടനീളം നിശബ്ദ സാന്നിധ്യമായി സഹന പാരമ്യത്തിലൂടെ സ്വയം ഉരുകിത്തീർന്ന അവിടുത്തെ കുരിശ് കാൽവരിയിൽ നാട്ടപ്പെട്ടപ്പോൾ സ്വന്തം ഹൃദയം ഒരു വാളാൽ പിളർക്കപ്പെട്ടാൽ എന്ന പോലെ അത്യുഗ്ര വേദനയിലൂടെ കടന്നുപോയ ലോകരക്ഷയ്ക്കായി ബലിയായ സ്വന്തം മകന്റെ ശരീരം മടിയിൽ കിടത്തിയപ്പോഴും പരിപൂർണമായും ദൈവഹിതത്തിന് വിധേയപ്പെട്ട പരിശുദ്ധ മറിയത്തെ പോലെ. ഇവരെ പോലെ സ്വർഗത്തിന്റെ പദ്ധതി നിറവേറ്റാൻ കർത്താവിനെ ചങ്കായി സ്നേഹിച്ച് അവിടുത്തെ ദാഹം ശമിപ്പിക്കുന്നവർ. കാൽവരി മലയിൽ മാറ്റൊലികൊണ്ട യേശുവിന്റെ "എനിക്ക് ദാഹിക്കുന്നു" എന്ന വാക്കുകൾക്കുള്ള മറുപടിയായി സ്വജീവിതങ്ങൾ പൂർണ്ണമായി അടിയറ വയ്ക്കുന്നവർ. ക്രിസ്തു കാൽവരിയിൽ പൂർത്തിയാക്കിയ മഹത്തായ ദൗത്യത്തിന്റെ ഫലങ്ങൾ ലോകാന്ത്യത്തോളം വിളംബരം ചെയ്യുന്നവരും വിതരണം ചെയ്യുന്നവരുമായ ക്രൂശിതന്റെ സ്നേഹിതർ. ആത്മാക്കൾക്കായുള്ള അവിടുത്തെ ദാഹം ഏറ്റെടുത്ത് രക്ഷയുടെ സുവിശേഷവുമായി ലോകമെങ്ങും നിത്യജീവന്റെ വചസ്സുകൾ പ്രഘോഷിക്കുന്നവർ. കർത്താവിന്റെ കുരിശിൽ സ്വയം ചേർത്തുവെച്ച് ആ വേദന പങ്കിടാൻ തയ്യാറായി ജീവിതവും ജീവനും ഹോമിക്കുന്ന രക്തസാക്ഷികളും ബലിയാത്മാക്കളും. വീണ്ടും വീണ്ടും തന്നെ ക്രൂശിലേറ്റുന്ന സംഭവങ്ങളിൽ മനം നൊന്ത് പരിശുദ്ധ ബൈബിളിൽ കർത്താവ് ചോദിക്കുന്ന അതേ ചോദ്യം നമ്മോടും ഇന്ന് അവിടുന്ന് ആവർത്തിക്കുകയാണ്. ആരെനിക്കായി പോകും? നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ പ്രതിയുള്ള കർത്താവിന്റെ ഹൃദയ നൊമ്പരം ഏറ്റെടുത്ത് ഇനിയുള്ള നമ്മുടെ ജീവിതങ്ങൾ പൂർണ്ണമായി കർത്താവിനും അവിടുത്തെ രാജ്യത്തിനും പ്രയോജനമുള്ളതാക്കി അവിടുത്തെ ബലിയാത്മാക്കളായി നമ്മെ തന്നെ സമർപ്പിക്കാം. ക്രൂശിതന്റെ യഥാർത്ഥ സ്നേഹിതരായി അവിടുത്തോട് ഏറ്റുപറയാം: കർത്താവേ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക.